പലതരം ചേരുവയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട റെഡിയാക്കാം കേട്ടോ. എത്ര മോശം ഉഴുന്നാണെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കാന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട കിട്ടും കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് മുഴുവനായിട്ടുള്ള ഉഴുന്ന് 1 കപ്പ് എടുത്തിട്ടുണ്ട്. സ്പ്ലിറ്റ് ആയിട്ടുള്ളത് എടുക്കരുത് കേട്ടോ. അത് നമ്മൾ അരച്ച് വരുമ്പോഴത്തേനും വെള്ളം അധികമായി പോകും. ഇതിന് 2-3 പ്രാവശ്യം വെള്ളത്തിൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. ഉഴുന്നിന്റെ പുറത്തുള്ള പശപശപ്പൊക്കെ നന്നായിട്ടൊന്ന് പോകണം. ഇനി ഇതിലേക്ക് നിറച്ച് വെള്ളം ഒഴിച്ച് ഒരു 4 മണിക്കൂർ കുതിരാനായിട്ട് വെക്കാം. 3 മണിക്കൂർ പുറത്ത് തന്നെ വെച്ചാൽ മതി. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതിപ്പോ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഉയർന്ന് കുതിർന്ന് വന്നപ്പോഴത്തേനും ഡബിൾ ആയി വന്നിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നന്നായിട്ട് വെള്ളം ഒഴിച്ചെടുക്കണം കേട്ടോ കുതിരാനായിട്ട്. ഇത് വെള്ളത്തിൽ നിന്ന് വാർന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെടുക്കാം. ഉയർന്ന് അരയ്ക്കുമ്പോൾ ഒരുപാട് ഇട്ട് ഒറ്റയടിക്ക് അരച്ചെടുക്കാൻ നോക്കരുത് കേട്ടോ. നമ്മുടെ മിക്സിയുടെ കുഞ്ഞു ജാറിൽ കുറച്ചായിട്ടിട്ട് അരച്ചെടുത്താൽ മതി. 10 സെക്കൻഡ് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗത്തിനായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്താൽ മതി. ഒരുപാട് അങ്ങ് വെള്ളം ഒഴിച്ചെടുക്കരുത്. വീണ്ടും ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറ് ചൂടാവരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇന്ന് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂർ തണുപ്പിച്ചെടുത്തേക്കുന്നുണ്ട്. പെട്ടെന്ന് അങ്ങ് ചൂടാവില്ല. പിന്നെ അരയ്ക്കുമ്പോൾ വെള്ളത്തിന്റെ ആവശ്യത്തിന് ആ തണുപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ ഉയർന്ന് കുതിർത്തിയ വെള്ളം ഉണ്ടല്ലോ. എന്നിട്ടും മിക്സിയുടെ ജാറ് ചൂടാവാന്ന് കണ്ടു കഴിഞ്ഞാൽ ഓഫ് ചെയ്തിടാം കേട്ടോ. നന്നായിട്ട് തണുത്ത ശേഷം വീണ്ടും അടുത്ത ട്രിപ്പ് അരച്ചെടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് മാവ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ അരച്ചെടുത്ത മാവിലേക്ക് നന്നായിട്ട് എയർ കയറ്റി ഇതൊന്ന് നന്നായിട്ട് പതപ്പിച്ചെടുക്കണം കേട്ടോ. ഇത് നമ്മുടെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഒരു 5 മിനിറ്റ് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പതിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഗുണമുണ്ട്. നന്നായിട്ട് എയർ കയറി പതിഞ്ഞും കിട്ടും. നന്നായിട്ട് ഫെർമെന്റ് ആവട്ടെ. നമ്മുടെ കൈയിന്റെ ചൂടൊക്കെ തട്ടിയിട്ട് ഫെർമെന്റ് ആവാനായിട്ട് പ്രത്യേകം സഹായിക്കും. അപ്പൊ ഇലക്ട്രിക് ബീറ്റർ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് കാര്യം കഴിയും കേട്ടോ. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ നന്നായിട്ട് പതിഞ്ഞ് പൊങ്ങി കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ബീറ്റ് ചെയ്തെടുത്ത ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് ഉഴുന്നുവട ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ ഞാനൊരു 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണ്ട കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഉഴുന്നുവട ഉണ്ടാക്കുന്നത്. ഉഴുന്നുവടയ്ക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക്, ഒരു ഇതള് വേപ്പില. ഇതെല്ലാനും വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇനി ഇത് നമ്മൾ അരച്ചു വെച്ച മാവിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. 1 മണിക്കൂർ ഫെർമെന്റ് ചെയ്ത ശേഷമാണ് ഞാൻ ഇതൊക്കെ ഇടുന്നത് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നല്ല ജീരകം ചേർക്കാം കേട്ടോ. ചിലർ ചേർക്കലുണ്ട്. അപ്പൊ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്കൊക്കെ ഉപ്പ് ചേർക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ചേർക്കാം. പെട്ടെന്ന് ഉപ്പ് അധികമായി പോകും. ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്ന് കുറച്ചെടുത്ത് ഒരു വെള്ളത്തിലേക്ക് ഇട്ടെടുത്തൊക്കെ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി കിടക്കും കേട്ടോ. അതാണ് നമ്മുടെ മാവിന്റെ കറക്റ്റ് ആയിട്ടുള്ള പാകം. മാവ് ഉഴുന്നുവട ഉണ്ടാക്കാൻ റെഡി ആട്ടോ. ഓയിൽ ചൂടാവാനായിട്ട് വെക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കാം. അതിൽ കൈ നന്നായിട്ടൊന്ന് മുക്കിയ ശേഷം ഇതേപോലെ കുറച്ചൊരു പോർഷൻ എടുക്കാം. കയ്യിലും അങ്ങോട്ടും ഇങ്ങോട്ട് ചെറിയൊരു ബോൾ രൂപത്തിലാക്കുക. അതിനുശേഷം നടക്കുന്ന ഇതേപോലെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഈ മാവിൽ ഇത്തിരി വെള്ളം കൂടുതലാണ്, ഒരു പൊടിക്ക് വെള്ളം കൂടുതലാട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം. ഞാനതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാണ്. ഓരോ പ്രാവശ്യം ഉഴുന്നുവട ഷേപ്പ് ചെയ്യുമ്പോഴും കൈ വെള്ളത്തിൽ നന്നായിട്ട് മുക്കാട്ടോ. കയ്യിൽ നന്നായിട്ട് വെള്ളം ഉണ്ടാവണം, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് വിട്ടു പോരില്ല. ഉഴുന്നുവട നന്നായിട്ട് മൊരിഞ്ഞു വന്ന ശേഷം കുറച്ചൊക്കെ നമ്മുടെ ആ കൈയിന്റെ പാട് കാണുന്നുണ്ട് കേട്ടോ. അത് ആ വെള്ളം പൊടിക്ക് അധികമായി പോയതിന്റെയാണ്. പൊടിക്കും കൂടി ആ വെള്ളം ഒന്ന് കുറഞ്ഞു നിൽക്കാന്നുണ്ടെങ്കിൽ നല്ല മുട്ട പോലെ പൊളച്ച് വന്നേനെ കേട്ടോ. അപ്പൊ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നതാണ്, പെർഫെക്റ്റ് ആയിട്ട് വരുന്നതാണ്. ഇത് ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തതിന്റെ എന്ന് തോന്നുന്നു. ഇത്തിരി അങ്ങനെ ലൂസായി പോയി. അപ്പോൾ ഇനി നിങ്ങൾക്ക് കൈവച്ച് ഇങ്ങനെ ഷേപ്പ് ചെയ്യാൻ പറ്റാത്തവര് സ്പൂൺ വെച്ച് ഇതേപോലെ കോരിയിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവടയാണ് കിട്ടുക. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അഭിപ്രായം അറിയിക്കുക. ഇനി മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.